രാജ്യമൊട്ടാകെ 4 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. കേരളം ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തു. തമിഴ്നാട് അതിനോടൊപ്പം വന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ബംഗാളും അസ്സാമും നടന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പുകളെ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ, ഓരോ സംസ്ഥാനങ്ങളായി പരിശോധിക്കുമ്പോൾ, ഈ 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ SDP എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് കൂടി പറയേണ്ടി വരും. കാരണം ഇതിൽ അസ്സാമുമായി ബന്ധപ്പെട്ട് അതൊരു മറ്റൊരു വിഷയമാണ്. ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ SDPI സജീവമായി ചർച്ചയായി, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി, അതോടൊപ്പം തന്നെ തമിഴ്നാടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചർച്ചയായി. അതിൻ്റെ കൂടെ കർണാടകയിലും കൂടി ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, ദാവൻകര മണ്ഡലത്തിൽ. അവിടെയും നിരന്തരമായി ചർച്ചയാവാൻ SDPIക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യയിലുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഒരു ചെറിയ പാർട്ടിയാണ് SDPI എന്നുള്ളത്. എങ്കിൽ പോലും ഈ സംസ്ഥാനങ്ങളിലൊക്കെ ചർച്ചയാവാനും സാന്നിധ്യമാകാനും SDPIക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഈ SDPIയുടെ നയനിലപാടുകളുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് രീതികൾ, തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ള സ്ട്രാറ്റജികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നു. അതിൽ കേരളത്തിലെ കാര്യം പലതവണ നമ്മളുടെ ചാനലിൽ പറഞ്ഞു കഴിഞ്ഞു. അതായത് കേരളത്തിൽ സ്വന്തം നിലക്ക് 35 സീറ്റിൽ SDPI മത്സരിക്കുകയും ചെയ്തു. പരസ്യമായി ഒരു മുന്നണിയെയും SDPI പിന്തുണച്ചില്ല. പക്ഷേ SDPIയുടെ നിലപാട് ഇത്തവണ LDFന് ഗുണകരമാവുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് എന്നതാണ് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന വ്യാപകമായി പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിച്ച് എല്ലാ മണ്ഡലങ്ങളിലും മണ്ഡലം കൺവെൻഷനുകൾ നടത്തുകയും പ്രവർത്തകർക്ക് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാൻ ഇടയായി, അവിടെയും എല്ലാ മണ്ഡലങ്ങളിലും വീണ്ടും കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കുകയും അവിടെ പുതിയതായി ഒരുപാട് ആളുകൾ കേരളത്തിൽ SDPIയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, പ്രവർത്തകരെ കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിൽ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുകയും അവരെ അതിനനുസരിച്ചുള്ള നിലപാടുകളുമായി കൊണ്ടുവരാനും SDPIക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ മഞ്ചേശ്വരത്തെ SDPIയുടെ നോമിനേഷൻ നൽകലും അത് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായി. അതിന് മീഡിയ വണ്ണും ജമാഅത്ത് ഇസ്ലാമിയും നടത്തിയ പ്രചരണങ്ങളും മറ്റുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായി. എങ്കിൽ പോലും പ്രവർത്തകരെ ഓരോ വിഷയത്തിലും കൃത്യമായി കൈകാര്യം ചെയ്യാൻ SDPIക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് കൺവെൻഷനുകളിൽ ഉണ്ടാവുന്ന പങ്കാളിത്തവും പുതിയതായ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുള്ളത്. ഇനി തമിഴ്നാട്ടിലേക്ക് വന്നാൽ, തമിഴ്നാട്ടിൽ DMK മുന്നണിയുടെ സഖ്യകക്ഷിയായിട്ടാണ് SDPI മത്സരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ADMK മുന്നണിയിലായിരുന്നു. ഈ DMK മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് DMK അധികാരത്തിൽ നിലനിർത്തുമെന്നാണ് ഭൂരിഭാഗം സർവേകളും പറയുന്നുള്ളത്. ഇതിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്, ഇതിൽ തന്നെയാണ് CPMഉം CPIയും ഉള്ളത്. തമിഴ്നാട്ടിൽ എല്ലാ പാർട്ടികളുടെയും കൊടിയോടൊപ്പം SDPI പതാകയും ഉണ്ടായി എന്നതോടൊപ്പം തന്നെ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റായ നെല്ലൈ മുബാറക് നന്നിലം മണ്ഡലത്തിൽ, അത് AIADMKയുടെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി AIADMK ജയിക്കുന്ന മണ്ഡലമാണ്. അവരുടെ പ്രധാനപ്പെട്ട നേതാവാണ് അവിടെ സ്ഥാനാർത്ഥി. എങ്കിൽ പോലും അവിടെ ഇത്തവണ ഒരു വിജയപ്രതീക്ഷ SDPIയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നുണ്ട്. അതായത് കേരളത്തിൽ LDFന് ഗുണകരമാവും എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് അവർ എടുക്കുന്നു എന്നതോടൊപ്പം സ്വന്തം നിലയ്ക്ക് 35ഓളം മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. ഞങ്ങൾ ഒരു സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന കക്ഷിയാണ് എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ആ തീരുമാനം വരുന്നുള്ളത് അത് DMK മുന്നണിയിൽ ചേരുകയും അതോടൊപ്പം തന്നെ നന്നിലം പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തു. അവിടെ വിജയപ്രതീക്ഷ പുലർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ തമിഴ്നാട്ടിൽ നിന്നും ആദ്യമായിട്ട് SDPIക്ക് നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം ഉണ്ടാവുകയും ഇന്ത്യയിലെ അവരുടെ ആദ്യത്തെ MLA ആയി തമിഴ്നാട്ടിൽ നിന്നും മുഹമ്മദ് മുബാറക് വിജയിക്കുകയും ചെയ്യും. അവരുടെ രാജ്യത്തെ ആദ്യത്തെ MLA ആയി അത് മാറും. അങ്ങനെ വന്നാൽ അത് ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് SDPIയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ഉണ്ടാക്കുന്നതാണ്. മറ്റു സംസ്ഥാനങ്ങളെ കൂടി, കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വരും കാലങ്ങളിൽ ധാരണകളും സഖ്യങ്ങളും രൂപീകരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇത് കാര്യങ്ങളെ എത്തിക്കും. പാർട്ടി ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് തമിഴ്നാട്ടിലുള്ള നന്നിലം നിയമസഭാ സീറ്റിൽ മത്സരിച്ച തമിഴ്നാട് SDPI പ്രസിഡന്റ് നെല്ലൈ മുബാറക്കിന്റെ
വിജയമാണ് സ്വപ്നം കാണുന്നത്. ഇനി വെസ്റ്റ് ബംഗാളിലേക്ക് വന്നാൽ, ബംഗാളിൽ ഇത്തവണ BJP പിടിച്ചെടുക്കുമെന്നാണ് ഒരുപാട് സർവേകൾ പറയുന്നത്. അത്തരം വിവരങ്ങളാണ് പുറത്തു വരുന്നത്. TMC ഇത്തവണ പിന്നോട്ട് പോകുമെന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അവിടെ SDPI ഒരു ധാരണ ഉണ്ടായി. അവിടെ ISF എന്ന അവിടുത്തെ സംസ്ഥാനത്തെ പ്രാദേശിക പാർട്ടിയും CPIM-ഉം അതോടൊപ്പം SDPI-യും സഖ്യമായിട്ടാണ് മത്സരിച്ചത്. CPM-ന് നിലവിൽ ബംഗാൾ നിയമസഭയിൽ പ്രതിനിധികളില്ല. അവരൊരുപാട് കാലം ഭരിച്ച കക്ഷിയാണ്. മറ്റൊന്ന്, ഈ ISF-ന് നിലവിൽ അവിടെ ഒരു MLA ഉണ്ട്. എങ്കിലും ബംഗാളിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഒരു മുസ്ലിം പാർട്ടിയാണ്, ന്യൂനപക്ഷ പാർട്ടിയാണ്. അതിൻ്റെ കൂടെ SDPI കൂടി ചേരുകയാണ്. അങ്ങനെ ചേരുമ്പോൾ സാദ്ഗിരി മണ്ഡലം, മുർഷിദാബാദ് ജില്ലയിലെ സാദ്ഗിരി മണ്ഡലത്തിലാണ് SDPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അവിടെ CPM-ഉം ISF-ഉം ഒക്കെ SDPI സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി അവിടെ എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വലിയ പൊതുയോഗങ്ങൾ നടത്തി, വലിയ പ്രചരണങ്ങൾ നടത്തി, വലിയ റിസൾട്ടുകൾ ബംഗാളിലെ സാദ്ഗിരി, മുർഷിദാബാദിലെ സാദ്ഗിരി മണ്ഡലത്തിൽ നിന്നും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനേക്കാൾ ഉപരി വരും കാലങ്ങളിൽ അതിശക്തമായ ഒരു സഖ്യമായിട്ട്, ഇടതുപക്ഷത്തോടുമുള്ള ഒരു സഖ്യമായിട്ട് SDPI മാറുമെന്നാണ് ബംഗാളിലെ ചിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ സാദ്ഗിരി മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമാണ് പാർട്ടി യഥാർത്ഥത്തിൽ കണക്കുകൂട്ടുന്നത്. വലിയ മത്സരമാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. നിലവിൽ TMC-യുടെ കയ്യിലുള്ള മണ്ഡലം, അതിനു മുമ്പ് കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം, ഇങ്ങനെ പലവിധ കാര്യങ്ങൾ അവിടെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു മുന്നണി സംവിധാനം എന്നുള്ളത്, കക്ഷികളുടെ ഒത്തുചേരൽ എന്നുള്ളത് അവിടെ നിർണായകമാണ്. അങ്ങനെ സംഭവിച്ചാൽ ബംഗാളിലെ സാദ്ഗിരിയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ SDPIക്ക് സാധിക്കും. വിജയത്തിലേക്ക് അത് എത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും, രണ്ടാം സ്ഥാനം കിട്ടിയാൽ പോലും അത് വലിയ നേട്ടമാണ്. ഭാവിയിലേക്കുള്ള ഒരു കരുതലായിട്ട് വേണം അതിനെ നിക്ഷേപിക്കാൻ. പ്രത്യേകിച്ചും ലെഫ്റ്റ് അവിടെ വലിയ തിരിച്ചുവരവിനുള്ള അശ്രാന്ത ശ്രമങ്ങൾ നടത്തി വരുന്ന പശ്ചാത്തലത്തിൽ ഒരു ലെഫ്റ്റിന്റെ തിരിച്ചുവരവ് ശ്രമങ്ങൾ കൂടി അവിടെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു റിസൾട്ടായിട്ട് വേണം ഇതിനെയും കാണാൻ. ഇനിയുള്ളത് കർണാടകയിലെ ദാവൻഗരെ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. കർണാടകയിലെ ദാവൻഗരെ മണ്ഡലത്തിൽ നമുക്കറിയാം, കുറേ വർഷങ്ങളായി അവിടെ കോൺഗ്രസ് ആണ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. മുസ്ലിങ്ങൾക്ക് വലിയ വോട്ട് ഷെയർ ഉള്ള, മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ നിലവിലുള്ള MLA അവിടെ മരണപ്പെടുകയും, 94 വയസ്സാണ് അദ്ദേഹത്തിന്, മരണപ്പെടുമ്പോഴുള്ള പ്രായം, അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരികയും ചെയ്തു. ആ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുമ്പോൾ കർണാടകയിലുള്ള കോൺഗ്രസിന്റെ മുസ്ലിം നേതാക്കന്മാരുടെയും മൈനോറിറ്റി നേതാക്കന്മാരുടെയും മണ്ഡലത്തിന്റെയും പൊതുവായ ആവശ്യമായിരുന്നു മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലത്തിൽ ഇത്തവണ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മത്സരിപ്പിക്കണമെന്ന്. അത് DK ശിവകുമാറും കോൺഗ്രസും തള്ളിക്കളഞ്ഞു. മാത്രമല്ല, പരമ്പരാഗതമായിട്ട് ഈ നെപ്പോട്ടിസം പോലെ മരണപ്പെട്ടയാളുടെ കൊച്ചുമകനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണ് ഉണ്ടായത്. കുടുംബത്തിൽ നിന്നും ആരെയാണോ തെരഞ്ഞെടുക്കാനുള്ളത് അവരൊരു കുടുംബാധികാരം പോലെ അവർക്ക് നൽകുകയാണ് ഉണ്ടായത്. ഫലത്തിൽ ഇത് മുസ്ലിം രാഷ്ട്രീയത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു. കോൺഗ്രസിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ കൂടി ഇരുത്തി ചിന്തിപ്പിച്ചു. കഴിഞ്ഞ 2 തവണ മത്സരിപ്പിച്ചപ്പോഴും ആ മണ്ഡലത്തിൽ, ഈ ദാവൻഗരെ മണ്ഡലത്തിൽ 2000 ചില്ലാനം വോട്ടാണ് SDPIക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ആ ദാവൻഗരയുടെ സാഹചര്യം മാറിയിരിക്കുകയാണ്. ദാവൻഗരയുടെ സാഹചര്യം മാറിയ പശ്ചാത്തലത്തിൽ ഇതും അവിടെയും വലിയൊരു മുന്നേറ്റം പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട്, SDPI കണക്കുകൂട്ടുന്നുണ്ട്. അത് വലിയ ഒരു വോട്ടിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചാൽ ബംഗാളിലെയും തമിഴ്നാട്ടിൽ വിജയവും ബംഗാളിലെ മുന്നേറ്റവും അതോടൊപ്പം തന്നെ ഈ കർണാടകയിലെ ദാവൻഗരയിലെ ഈ ഒരു വലിയ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൂടി വരികയാണെങ്കിൽ SDPIയെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രമാവും. മാത്രമല്ല, മുന്നണി രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൂടി പരിഗണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ദേശീയ തലത്തിൽ തന്നെ ഒരു മുന്നണി സമവാക്യങ്ങളുടെ ഭാഗമായിട്ട് SDPI മാറും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. കേരളത്തിൽ ഇടതുപക്ഷം ഭരണം തുടർന്നാൽ അത് ചരിത്രമായിട്ട് മാറും. അത് UDF അധികാരം തിരിച്ചു പിടിച്ചാൽ UDFന്റെ തിരിച്ചുവരവായി വിശേഷിപ്പിക്കപ്പെടും. എങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിൽ ഒരു തവണ UDFും ഒരു തവണ LDFും വരുന്ന ഒരു പ്രവണതയാണ് കേരളത്തിലുള്ളത്. കഴിഞ്ഞ തവണമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അതിന് മാറ്റമുണ്ടായത്. അത് വീണ്ടും പുനരാരംഭിച്ചു എന്നതിനപ്പുറം 10 വർഷം ഭരിച്ച ഒരു സർക്കാർ സ്വാഭാവികമായിട്ട് പുറത്തു പോകുന്നു, പുതിയ ഭരണകൂടം വരുന്നു എന്നതിനപ്പുറം വലിയ ഒരു കാര്യം അതിലുണ്ടാവില്ല. LDF ഭരണം തുടർന്നാൽ അത് ചരിത്രമായിട്ട് മാറും. അങ്ങനെ നോക്കിയാൽ അതും വലിയ റിസൾട്ടായിട്ട് തന്നെ പരിഗണിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലൊക്കെ മുന്നണി രാഷ്ട്രീയത്തിലും പാർലമെന്ററി രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് പൊളിറ്റിക്കലിലും
കൃത്യമായിട്ട് ഒരു സമവാക്യങ്ങളിലൂടെ ഇടപെടാൻ ഈ തെരഞ്ഞെടുപ്പിൽ SDPIക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്.